ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ കേരളത്തിലെത്തും. തിരുവനന്തപുരത്ത് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കോട്ടയം പുതുപ്പള്ളി ദേശീയ റബ്ബർ പരിശീലന കേന്ദ്രത്തിന്റെ രജത ജൂബിലി ആഘോഷങ്ങൾ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ നാളെ വിരമിക്കും. ഫുൾ കോർട്ട് റഫറൻസിൽ ഹൈക്കോടതിയിൽ ഇന്ന് യാത്രയയപ്പ്. ആലപ്പുഴയിൽ വീണ്ടും പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. പാൽ ഉൽപാദനത്തിൽ കേരളം അതിവേഗം സ്വയം പര്യാപ്തതയിലേക്ക് കുതിക്കുകയാണെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. വനിതാ പ്രീമിയർ ലീഗ് 4ാം സീസണിന് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും മുംബൈ ഇന്ത്യൻസും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി നാളെ കേരളത്തിലെത്തും. ഞായറാഴ്ച തിരുവനന്തപുരത്ത് നടക്കുന്ന ബിജെപി യോഗങ്ങളിലും കേരള കൌമുദി കോൺക്ലേവിലും അദ്ദേഹം പങ്കെടുക്കും. കോട്ടയം പുതുപ്പള്ളി ദേശീയ റബ്ബർ പരിശീലന കേന്ദ്രത്തിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ നിർവഹിച്ചു. രജത ജൂബിലിയുടെ സ്മാരകവും അദ്ദേഹം അനാവരണം ചെയ്തു. റബ്ബർ മേഖലയുമായി ബന്ധപ്പെട്ട് നാഗാലാൻഡുമായുള്ള ധാരണാപത്രം ചടങ്ങിൽ ഒപ്പുവച്ചു. ഉച്ചയ്ക്ക് ശേഷം കോട്ടയം വാഴൂർ സെന്റ് പോൾസ് ഹൈസ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിലും ശ്രീ ജോർജ് കുര്യൻ പങ്കെടുക്കും. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ നാളെ വിരമിക്കും. ഹൈക്കോടതിയിൽ ഇന്ന് ഉച്ചകഴിഞ്ഞ് ഫുൾ കോർട്ട് റഫറൻസിലൂടെ യാത്രയയപ്പ് നൽകും. ബോംബെ ഹൈക്കോടതിയിൽ സീനിയർ ജഡ്ജിയായിരിക്കെ 2024ലാണ് അദ്ദേഹം ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത്. പുതിയ ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൌമൻ സെൻ ചുമതലയേൽക്കും. സംസ്ഥാനത്ത് എസ്ഐആറുമായി ബന്ധപ്പെട്ട് വിഐപി പ്രവാസി വോട്ടർമാർക്ക് നേരിട്ട് ഹിയറിംഗിന് ഹാജരാകാതെ തന്നെ രേഖകൾ സമർപ്പിച്ച് വെരിഫിക്കേഷൻ പ്രക്രിയ പൂർത്തിയാക്കാമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. രേഖകളുടെ കാര്യത്തിൽ തൃപ്തരല്ലെങ്കിൽ നടപടി പൂർത്തിയാക്കാനുള്ള അധികാരം ഇആർഒ എഇആർഒമാരിൽ നിക്ഷിപ്തമാണ്. കരട് വോട്ടർ പട്ടികയിൽ മേലുള്ള പരാതികൾ ഈ മാസം 22 വരെ സമർപ്പിക്കാം. എൽഡിഎഫ് യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. എകെജി സെന്ററിലാണ് യോഗം. തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലം, നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ എന്നിവ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നാണ് സൂചന. സ്കൂൾ ബാഗിന്റെ ഭാരം കുറയ്ക്കാനും ക്ലാസുകളിലെ ബാക്ക് ബെഞ്ചേഴ്സ് ഒഴിവാക്കാനുമുള്ള നടപടിയുമായി സംസ്ഥാന സർക്കാർ. ഈ നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നതിനുള്ള കരിക്കുലം സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ കരട് റിപ്പോർട്ടിന് അംഗീകാരം നൽകി. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്. സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഗുണപരമായ മാറ്റങ്ങൾ ലക്ഷ്യമിട്ടുള്ള 2 സുപ്രധാന നിർദ്ദേശങ്ങളാണ് സർക്കാർ നടപ്പിലാക്കുന്നത്. സ്കൂൾ ബാഗിന്റെ ഭാരം കുറയ്ക്കുന്നതിന് പാഠ്യപദ്ധതിയിലും പഠനരീതിയിലും മാറ്റം വേണമെന്നാണ് ഒരു നിർദ്ദേശം. 20 കുട്ടികളിൽ താഴെയുള്ള മുറികളിൽ ഇരിപ്പിട സംവിധാനം യു ആകൃതിയിൽ മാറ്റാമെന്നാണ് രണ്ടാമത്തെ നിർദ്ദേശം. ഈ 2 വിഷയങ്ങളിലും വിദഗ്ധ സമിതി റിപ്പോർട്ടുകളിൽ സർക്കാർ പൊതുജനാഭിപ്രായം തേടും. ഈ മാസം 20 വരെ അഭിപ്രായം അറിയിക്കാം. വരുന്ന അധ്യയന വർഷം തന്നെ ഈ മാറ്റങ്ങൾ വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പ് ലക്ഷ്യമിടുന്നത്. പാൽ ഉൽപാദനത്തിൽ കേരളം അതിവേഗം സ്വയം പര്യാപ്തതയിലേക്ക് കുതിക്കുകയാണെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. സദേൺ ഡയറി ആന്റ് ഫുഡ് കോൺക്ലേവിന്റെ ഔപചാരിക ഉദ്ഘാടനം കോഴിക്കോട് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഉൽപാദനക്ഷമതയിൽ കേരളം 2ാം സ്ഥാനത്താണെന്നും ശ്രീമതി ചിഞ്ചുറാണി പറഞ്ഞു. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, പോണ്ടിച്ചേരി എന്നിവിടങ്ങളിലെ ക്ഷീരവികസന മന്ത്രിമാരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. 70ാമത് അതിവിശിഷ്ട് റെയിൽ സേവാ പുരസ്കാരം കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് ഇന്ന് വിതരണം ചെയ്യും. 100 റെയിൽവേ ഉദ്യോഗസ്ഥർക്കും മികച്ച റെയിൽവേ സോണുകൾക്കുള്ള 26 പുരസ്കാരങ്ങളുമാണ് സമ്മാനിക്കുക. മഹാകുംഭ് ഉൾപ്പെടെയുള്ള ഘട്ടങ്ങളിൽ സുരക്ഷിതവും തടസ്സരഹിതവുമായ യാത്ര ഉറപ്പാക്കിയ ഉദ്യോഗസ്ഥർക്ക് പുരസ്കാരങ്ങൾ സമ്മാനിക്കും. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം റെയിൽവേ ഡിവിഷനിൽ നടന്ന ചടങ്ങിൽ 29 ജീവനക്കാരെ ആദരിച്ചു. 2ാമത് വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്ന് തുടക്കം. 4 ദിവസത്തെ പരിപാടിയിൽ കേരളത്തിൽ നിന്നുള്ള 60 അംഗ സംഘം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള യുവജനങ്ങൾ പങ്കെടുക്കും. ഈ മാസം 12ന് സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഇന്ന് പ്രവാസി ഭാരതീയ ദിനം. 1915ൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയതിന്റെ സ്മരണയ്ക്കായാണ് ജനുവരി 9 പ്രവാസി ഭാരതീയ ദിനമായി ആചരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ പ്രവാസി സമൂഹത്തിന് ആശംസകൾ നേർന്നു. രാജ്യത്ത് സമയബന്ധിതമായ പദ്ധതി നിർവഹണം ഉറപ്പാക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2015ൽ തുടക്കം കുറിച്ച പ്രഗതി സംരംഭത്തിന്റെ 50ാമത് യോഗം വിജയകരമായി നടന്നു. നിരവധി അടിസ്ഥാന സൌകര്യ പദ്ധതികൾ യഥാസമയം പൂർത്തിയാക്കുന്നതിൽ പ്രഗതി നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. ഊർജ്ജ മേഖലയിൽ പ്രഗതി പ്ലാറ്റ്ഫോം സുപ്രധാന സംഭാവനകളാണ് നൽകിയത്. 10.53 ലക്ഷം കോടി രൂപയുടെ 237 വൈദ്യുതി പദ്ധതികളാണ് അവലോകനം ചെയ്തത്.
കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇന്ന് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ സന്ദർശിക്കും. വൈകുന്നേരം 4:15-നാണ് സന്ദർശനം. റെയിൽവേ സ്റ്റേഷനിലെ നവീകരണ പ്രവൃത്തികൾ അദ്ദേഹം വിലയിരുത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ചർച്ചകളും പുസ്തക പ്രകാശനങ്ങളും കലാപരിപാടികളുമായി കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവം മികച്ച ജനപങ്കാളിത്തത്തോടെ തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. പുസ്തകോത്സവത്തിന്റെ ഭാഗമായി സെക്രട്ടേറിയറ്റിലെ പഴയ നിയമസഭാ മന്ദിരത്തിൽ വിദ്യാർത്ഥികൾക്കായി മാതൃകാ നിയമസഭ സംഘടിപ്പിച്ചു. വിവിധ പാനൽ ചർച്ചകൾക്കും തുടക്കമായി. വൈകിട്ട് 5 മണി മുതൽ വിവിധ കലാപരിപാടികളും നടക്കും. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കുന്ന പ്രത്യേക ചർച്ചകൾ തിങ്കളാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്നു. സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ജനങ്ങളിലെത്തിക്കുകയാണ് ലക്ഷ്യം. ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ചുള്ള ചർച്ചയുടെ ആദ്യ ഭാഗം ഇന്ന് ഉച്ചയ്ക്ക് 1:45-ന് പ്രക്ഷേപണം ചെയ്യും. ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴ നോർത്ത്, അമ്പലപ്പുഴ സൌത്ത്, കരുവാറ്റ, പള്ളിപ്പാട് എന്നീ പഞ്ചായത്തുകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ. കോഴികളെയും താറാവുകളെയും വളർത്തി ഉപജീവനം നടത്തുന്ന ആയിരക്കണക്കിന് കർഷകരാണ് കുട്ടനാട്ടിലും അപ്പുറ കുട്ടനാട്ടിലുമുള്ളത്. ഇവരുടെ ജീവിതം ദുരിതത്തിലാക്കി വീണ്ടും പക്ഷിപ്പനി എത്തി. പക്ഷിപ്പനി സ്ഥിരീകരിച്ച അമ്പലപ്പുഴ വടക്ക്, അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്തുകളിൽ കള്ളിങ് ജോലി ആരംഭിച്ചു. നാളെ കരുവാറ്റയിലും പള്ളിപ്പാടും കള്ളിങ് നടക്കും. ഏകദേശം 13,000-ഓളം പക്ഷികളെ കൊന്നൊടുക്കും. അമ്പലപ്പുഴ, കാർത്തികപ്പള്ളി, കുട്ടനാട് താലൂക്കുകളിലെ 33 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് സർവെയിലൻസ് സോണിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇവിടെ കർശന നിയന്ത്രണങ്ങളുമായി ആരോഗ്യവകുപ്പ് രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഒരാഴ്ചത്തേക്കാണ് നിയന്ത്രണം. കണ്ണൂർ ആറളം വന്യജീവി സങ്കേതത്തെ ചിത്രശലഭ സങ്കേതമായി പുനർനാമകരണം ചെയ്ത് സർക്കാർ ഉത്തരവായി. ശലഭ വൈവിധ്യം കണക്കിലെടുത്ത് കഴിഞ്ഞ വർഷമാണ് ശലഭ സങ്കേതമായി ആറളത്തെ പ്രഖ്യാപിച്ചത്. ഭൂപ്രകൃതിയിലും സസ്യസമ്പത്തിലും വൈവിധ്യം പുലർത്തുന്ന ആറളം 1984-ലാണ് വന്യജീവി സങ്കേതമായി മാറിയത്. പ്രസിഡന്റ്സ് ട്രോഫി ജലോത്സവവും ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ഫൈനലും നാളെ കൊല്ലത്ത് നടക്കും. മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും. KSRTC ബസ് സ്റ്റാൻഡിന് സമീപം അഷ്ടമുടി കായലിലാണ് മത്സരങ്ങൾ. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ. അഷ്ടമുടിയുടെ ഓളപ്പരപ്പിൽ നാളെ ആവേശത്തിന്റെ അലകളുയരും. 11ാമത് പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളിയിൽ 9 ചുണ്ടൻ വള്ളങ്ങളും 8 ചെറുവള്ളങ്ങളുമാണ് മത്സരിക്കുക. CBL-ൽ 3 ട്രാക്കുകളിലായി നിരണം ചുണ്ടൻ, വിയ്യപുരം ചുണ്ടൻ, മേൽപ്പാടം ചുണ്ടൻ, നടുഭാഗം ചുണ്ടൻ, നടുവിലെ പറമ്പൻ ചുണ്ടൻ, കാരിച്ചാൽ ചുണ്ടൻ, ചെറുതന ചുണ്ടൻ, പായ്പാടൻ ചുണ്ടൻ, ചമ്പക്കുളം ചുണ്ടൻ എന്നീ വള്ളങ്ങൾ മത്സരിക്കും. 1100 മീറ്ററാണ് ട്രാക്കിന്റെ ദൈർഘ്യം. ഫലപ്രഖ്യാപനത്തിന്റെ കൃത്യത ഉറപ്പാക്കാൻ ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മകരവിളക്കിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഭക്തജനത്തിരക്കിൽ ശബരിമല സന്നിധാനം. പമ്പ മുതൽ മണിക്കൂറുകൾ നീണ്ട കാത്തുനിൽപ്പിന് ശേഷമാണ് തീർത്ഥാടകർക്ക് ദർശനം ലഭിക്കുന്നത്. ഇന്ന് രാവിലെ 11 മണിവരെ 34,115 പേർ ദർശനം നടത്തി. വനിതാ പ്രീമിയർ ലീഗിന്റെ 4ാം സീസണിന് ഇന്ന് തുടക്കമാകും. നവി മുംബൈയിലെ ഡോക്ടർ DY പാട്ടീൽ സ്പോർട്സ് അക്കാദമിയിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മുംബൈ ഇന്ത്യൻസുമായി ഏറ്റുമുട്ടും. വൈകുന്നേരം 7:30-നാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 390 പോയിന്റ് നഷ്ടത്തിൽ 83,791-ലും നിഫ്റ്റി 123 പോയിന്റ് നഷ്ടത്തിൽ 25,754-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില വർദ്ധിച്ചു. പവന് 520 രൂപ വർദ്ധിച്ച് 1,01,720 രൂപയും ഗ്രാമിന് 12,715 രൂപയുമാണ് വില. ഇടുക്കി നെടുങ്കണ്ടത്ത് ടോറസ് ലോറി വീടിന് മുകളിലേക്ക് മറിഞ്ഞ് അപകടം. വീട്ടിലുണ്ടായിരുന്നവർ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. റോഡ് പണിക്കായി തമിഴ്നാട്ടിൽ നിന്ന് മെറ്റലുമായി എത്തിയ ലോറിയാണ് മറിഞ്ഞത്. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ ദേശീയപാത 66-ൽ മണ്ണ് നിറച്ച് നിർമ്മിച്ച ഉയരപാതകൾക്ക് പകരം പില്ലറിന്മേലുള്ള ഉയരപാത നിർമ്മിക്കുന്നത് സംബന്ധിച്ച് വിദഗ്ധ സമിതി പരിശോധന നടത്തി തീരുമാനിക്കും. ഇത് സംബന്ധിച്ച് കേന്ദ്ര ദേശീയപാത റോഡ് ഗതാഗത വകുപ്പ് സെക്രട്ടറി ഉമാശങ്കർ ഉറപ്പ് നൽകിയതായി NK പ്രേമചന്ദ്രൻ MP അറിയിച്ചു. കൊട്ടിയം മൈലക്കാട് മണ്ണ് നിറച്ച് നിർമ്മിച്ച ഉയരപാത തകർന്നതിനെ തുടർന്നാണ് പില്ലറിന്മേലുള്ള ഉയരപാത നിർമ്മിക്കണമെന്ന ആവശ്യം ഉയർന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ കേരളത്തിലെത്തും. തിരുവനന്തപുരത്ത് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കോട്ടയം പുതുപ്പള്ളി ദേശീയ റബ്ബർ പരിശീലന കേന്ദ്രത്തിന്റെ രജത ജൂബിലി ആഘോഷങ്ങൾ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ നാളെ വിരമിക്കും. ഫുൾ കോർട്ട് റഫറൻസിലൂടെ ഹൈക്കോടതിയിൽ ഇന്ന് യാത്രയയപ്പ്. ആലപ്പുഴയിൽ വീണ്ടും പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. പാൽ ഉൽപാദനത്തിൽ കേരളം അതിവേഗം സ്വയം പര്യാപ്തതയിലേക്ക് കുതിക്കുകയാണെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി.
വനിതാ പ്രീമിയർ ലീഗ് 4ാം സീസണിന് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും മുംബൈ ഇന്ത്യൻസും ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.